2000-ൽ തൃക്കൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിൽ തന്നെ വിജയിച്ച് 31-ാം വയസ്സിൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് രാഷ്ട്രീയത്തിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. 2000-ൽ കല്ലൂർ വാർഡിലായിരുന്നു സുന്ദരി മോഹൻദാസിന്റെ കന്നി അംഗം. വിജയിച്ചെത്തിയപ്പോൾ കാത്തിരുന്നത് പ്രസിഡന്റാകാനുള്ള നിയോഗം. കല്ലൂർ വാർഡിനെ തുടർച്ചയായി 2 തവണ പ്രതിനിധീകരിച്ചു. 2010-ൽ വാർഡ് 8 മാവിൻചുവടായിരുന്നു പാർട്ടി ഏൽപ്പിച്ചത്. അവിടെയും വിജയക്കൊടി പാറിച്ചു. പിന്നീട് വാർഡ് 6 പാറക്കാടും വിജയം. ഇതിനിടയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ഇപ്പോൾ പ്രസിഡന്റ് പദവിയിലിരിക്കെ ഇത്തവണ വീണ്ടും മാവിൻചുവട് വാർഡ് പിടിച്ചെടുക്കാനാണ് പാർട്ടിയുടെ നിയോഗം. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്വീകാര്യതയുള്ള വ്യക്തിത്വം എന്നതാണ് സുന്ദരി മോഹൻദാസിന്റെ സവിശേഷത. 25 വർഷക്കാലം തൃക്കൂർ പഞ്ചായത്തിനെ സേവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പലർക്കും എൻ്റെ മുഖം സുപരിചിതം തന്നെയാണ്. അതാണ് എനിക്കുള്ളൊരു ആത്മവിശ്വാസം. പിന്നെ പോരാത്തതിന് ഈ വാർഡ് ഞാൻ കഴിഞ്ഞ ടൈമിൽ മത്സരിച്ചപ്പോൾ ഈ വാർഡിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൂടാതെ 9-ാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും ഈ വാർഡിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെയുള്ളവരും എനിക്ക് പരിചിതർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ സേവനം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ അവർ അംഗീകരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. പിന്നെ വികസനം എന്ന് പറയുന്നത് തുടർച്ചയാണ്. ആ പൂർത്തീകരണത്തിന് ഇത്തവണയും ജനങ്ങൾ എന്നെ അംഗീകരിച്ച് പഞ്ചായത്തിലേക്ക് അയക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. തൃക്കൂർ പഞ്ചായത്തിൽ വീണ്ടും UDF ഭരണം ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ വനിതാ പ്രസിഡന്റാണ് വരുന്നത്? വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്കും സുന്ദരേച്ചി വരുമോ? UDFന് എന്തായാലും ഇപ്രാവശ്യം ഭരണം കിട്ടുന്നുള്ള ഉറപ്പ് തന്നെയാണ്. അത് യാതൊരു സംശയവും വേണ്ട. ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. പാർട്ടി അങ്ങനെയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണം കിട്ടിയാൽ എന്തായാലും ഞാൻ പ്രസിഡന്റ് തന്നെയാവും. അതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അജണ്ട. അത് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ? ഇനിയിപ്പോൾ ഏറെക്കുറെ നമുക്ക് കുടിവെള്ളം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞു. അതിനുള്ള എല്ലാ സംവിധാനം നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളായാലും എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കൂടുതൽ അടിസ്ഥാനപരമായി കുറച്ച് റോഡുകളുടെ വികസനം, അത് നമ്മൾ അതാത് വർഷം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അതിനും കൂടാതെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലമില്ല. അപ്പോൾ അത് നമുക്ക് എത്രയും വേഗം ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊതു ശ്മശാനം, അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് MLA. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം അതൊരു പ്രത്യേക അജണ്ട തന്നെയാണ്. പിന്നെ ബാക്കി നമുക്കറിയാലോ, ഓരോ പ്രാവശ്യം വരുമ്പോഴും പ്രത്യേകം നമുക്ക് മനസ്സിൽ ഓരോ ഐഡിയകൾ ഉണ്ടാവും. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. LDF സ്ഥാനാർത്ഥി സോഫിയ എഡിസണും BJP സ്ഥാനാർത്ഥി ഉഷ കുട്ടനുമാണ് എതിരാളികൾ. വാർഡിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ എതിരാളിയെക്കുറിച്ച് ചിന്തിക്കാതെ വാർഡ് നിലനിർത്തുകയാണ് LDFന്റെ ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി സോഫിയ എഡിസൺ പറഞ്ഞു. ഒരു മത്സരമായിട്ടൊന്നുമില്ല, ഞാൻ ഈ വാർഡിലത്തെ ഒരു മെമ്പറും കൂടിയായ കാരണം അങ്ങനെ ഒരു പ്രസിഡന്റ് എന്നൊരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനൊന്ന് എൻ്റെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നേ ഒരു 5 വർഷം ഞാൻ മെമ്പർ ആയിരുന്ന ആളാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടി സേവനം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രസിഡന്റിനോട് ഏറ്റുമുട്ടണം എന്നുള്ള രീതിയിലൊന്നല്ല. എൻ്റെ ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ സംതൃപ്തിയോട് കൂടി തന്നെയാണ് ഞാൻ ഈ വാർഡിൽ വോട്ട് ചോദിച്ച് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. തൃക്കൂർ പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ്. മാവിൻചുവട് വാർഡ് പിടിച്ചെടുക്കുകയും തൃക്കൂർ പഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തുകയും ചെയ്താൽ പ്രസിഡന്റ് പദവിയിലേക്ക് ആദ്യ പരിഗണന സുന്ദരി മോഹൻദാസിന് തന്നെയായിരിക്കും. തൃക്കൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം UDF തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ, അതിന്റെ വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി UDFനെ തൃക്കൂർ പഞ്ചായത്തിൽ വോട്ടർമാർ അധികാരത്തിൽ ഏറ്റും എന്ന ആത്മവിശ്വാസമാണ് സുന്ദരി മോഹൻദാസ് പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മാവിൻചുവട് വാർഡ് നിലനിർത്തിക്കൊണ്ട് വാർഡിൽ വിജയിക്കുകയും പ്രസിഡന്റ് പദവിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുമെന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് സുന്ദരി ചേച്ചി നമ്മോട് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.